ഉടൻ തന്നെ കാർപ്പറ്റിനെ വീട്ടിലേക്ക് പോകാനായിട്ട് പറയുക. കാർപ്പറ്റ് വീട്ടിലേക്ക് പോ. ഇതെന്താ സംഭവിക്കുന്നത്? കാർപ്പറ്റ് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകേണ്ടത്. ഹണി ഇത് നിർത്ത. കാർപ്പറ്റ് ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല കൊച്ചളിയ. ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. സംശയമുണ്ടോ? ഒന്ന് നിർത്താൻ പറ. ഇത്ര ഉയർത്തി പറക്കുമ്പോ എനിക്ക് വല്ലാതെ പേടിയാകുന്നു. അല്ല, നമ്മൾ എങ്ങോട്ടാ ഈ പോകുന്നത്? എനിക്കറിയില്ല കൊച്ചളിയ. താഴെ എന്താണെന്ന് നോക്കാം. കാർപ്പറ്റ് അതിന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നിരിക്കാന്ന് തോന്നുന്നു. ഇതേതോ അറേബ്യ പട്ടണമാണെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? ഇതാരാ? ഇവിടുത്തെ സുൽത്താനാണെന്നാ തോന്നുന്നത്. ഓ സൈനികരെ, ഇവരെ കണ്ടോ? ഇവർ വലിയ ധിക്കാരികളാണ്. എന്നെ നമസ്കരിക്കുന്നില്ല. ഇവർക്ക് അനുസരണ പഠിപ്പിച്ചു കൊടുക്ക. സുൽത്താനെ കണ്ടതും നമസ്കരിക്കാൻ പഠിക്ക. എല്ലാവരും എന്നെ ബഹുമാനിക്കണം. എല്ലാവരും എന്നെ ബഹുമാനിക്കണം. ഇവനൊരു അഹങ്കാരം പിടിച്ച സുൽത്താൻ തന്നെയാണ്. സംശയമുണ്ടോ? ഇവന് മര്യാദ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടായിരിക്കാം കാർപ്പറ്റ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കാർപ്പറ്റ് വേഗം പോ. അവർ നമ്മളെ പിന്തുടർന്ന് വരുന്നുണ്ട്. കാർപ്പറ്റ് ഒന്ന് വേഗം പോ. ഹണി സൂക്ഷിച്ച്. കാർപ്പറ്റ് റൈറ്റ്. രക്ഷപ്പെട്ടു. എവിടെ രക്ഷപ്പെടാൻ? അങ്ങോട്ട് നോക്ക്. ലെഫ്റ്റ് റൈറ്റ് മുകളിലോട്ട് താഴോട്ട്. ലെഫ്റ്റ് റൈറ്റ് മുകളിലേക്ക് താഴേക്ക് മുകളിലേക്ക് താഴേക്ക് പോ. നിന്റെ ആജ്ഞ കേട്ട് കാർപ്പറ്റിന് കൺഫ്യൂസ് ആയി എന്നാ തോന്നുന്നത്. ഇതെവിടേക്കായി കൊണ്ടുവന്നിരിക്കുന്നത്? ഇതാ കള്ളന്മാര് തന്നെയാ. യുവമാരെ പിടിച്ച് നമുക്ക് സുൽത്താൻ അടുത്തേക്ക് കൊണ്ടുപോകാം. ഓടിക്കോ. കുറച്ചുപേർ അങ്ങോട്ട് ഓടിക്കോ, കുറച്ചുപേർ ഇങ്ങോട്ട്. എടാ, വേണ്ട വേണ്ട. എടോ, ഞാൻ നിന്നെ കണ്ട് പേടിച്ചോടിയതല്ല. ഇതെന്റെ അടവാണ്. നിന്നാ പിടിച്ചോ. ഏയ്, നിന്നെക്കാളും വലിയ ഫയൽമാൻമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെയാണോ നീ? ഏത് പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത്? ഷൂട്ടിംഗ് അല്ല, യഥാർത്ഥ കൊള്ളക്കാരനാ. എന്താ ഇത്? ഇത് എന്റെ സ്ഥലമാണ്. പോലീസിന് എന്താ ഇവിടെ കാര്യം? അല്ലല്ല, ഞാൻ പോലീസുകാരനല്ല. ഞാൻ വെറുതെ സ്ഥലം കാണാൻ വേണ്ടി വന്നതാ. നോക്കാം, വെറുതെ കള്ളം പറയണ്ട. താൻ ഞങ്ങളെ പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നയാളല്ലേ? ആ കമ്മീഷണർ എന്നെ കൊണ്ട് സ്ഥലം മാറ്റി. എടാ, നീയൊക്കെ എന്നെ കൊല്ലാൻ വേണ്ടി വന്നാണോ? ഏയ്, എനിക്ക് ഡസ്റ്റ് അലർജിയാണ്. അസുഖമൊക്കെ വന്ന് ആശുപത്രി പോവാൻ നീ കാശ് തരുമോ? ഇവിടെ ഒന്നും ചെയ്യണ്ട. പുറത്തു പോയി ക്ലീൻ ചെയ്തോ. പോകാൻ. കണ്ടോ കൊച്ചളിയ, എത്ര നല്ല കാർപ്പറ്റ് ആണല്ലേ. നമ്മൾ ടിവിയിൽ കണ്ട പറക്കുന്ന കാർപ്പറ്റ് പോലെയുണ്ട്. അതെ, ഇത് അതേ കാർപ്പറ്റ് തന്നെയാ. സംശയമുണ്ടോ? അതെയോ? അപ്പൊ ഇത് മറക്കോ? ആ, നീ ഓർഡർ ചെയ്യേ, ഇത് തീർച്ചയായും പറക്കും. കാർപ്പറ്റ് പറക്ക്.
ആ? ഹൈ. ആ, എടാ നോക്കണോ, അത് പറക്കുന്നു. എല്ലാരും വാ, വേഗം വാ. ആ? കാർപ്പറ്റേ, ഞങ്ങളെ സിംഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോ. ഹൈ. ആ, എടാ. കാർപ്പറ്റേ, മുകളിലേക്ക് പോ. രക്ഷിക്കണേ, ഞാൻ താഴെ പോവാണേ. സംശയമുണ്ടോ? എടാ നീ കാർപ്പറ്റിനോടൊപ്പം പറന്നു വാ. ആ, വെപ്രാളത്തിനിടയ്ക്ക് പറക്കുന്ന കാര്യം ഞാൻ പാടെ മറന്നുപോയി. ഇതിനെ പെട്ടെന്ന് താഴോട്ട് ഇറക്ക്. കാർപ്പറ്റേ, താഴേക്ക് ഇറങ്ങ്. എന്റെ അമ്മച്ചി, താഴെ കടലാണ്. നമ്മുടെ കാര്യം തീർന്നു. അണി മുകളിലേക്ക് പോകാൻ പറ. മുകളിലേക്ക്. കാർപ്പറ്റേ, മുകളിലേക്ക് പോ. എടാ താഴേക്ക് നോക്ക്. എന്റെ അമ്മോ, ഈ ശബ്ദം എന്റെ ജീവൻ എടുക്കും. എടാ ഹണി, കള്ളൻ. ഞാൻ കള്ളനൊന്നും അല്ല, വെറും 4 അലുവ കഷ്ണ ഞാൻ കഴിച്ചത്. കഴുതേ, ജനലിന്റെ അടുത്ത് കള്ളൻ. പിടി. രക്ഷിക്കണേ, എന്തൊന്നും ചെയ്യല്ലേ. രക്ഷിക്കണേ, എന്നെ വിട്ടേക്കൂ. എന്തൊന്നും ചെയ്യല്ലേ. രക്ഷിക്കണേ, എന്നെ വിടൂ. കള്ളൻ ഇൻസ്പെക്ടർ പാണ്ഡെയുടെ ഫേസ് മാറ്റി വന്നിരിക്കുകയാണ്. അടിക്കേ. എടാ, ഞാൻ പാണ്ട തന്നെയാണ്. ഇൻസ്പെക്ടർ ആയിരുന്നു നിങ്ങൾ മോഷ്ടിക്കാൻ വന്നിരിക്കുകയാണോ സാർ? ഞാൻ മോഷ്ടിക്കാൻ വന്നതല്ല, ഞാൻ ഒളിക്കാൻ വന്നതാ. എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോയി ഒളിച്ചാ പോരെ. അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ സിറ്റിക്കകത്തുള്ള കാര്യം കമ്മീഷണർ ഉടൻ തന്നെ അറിയും. പക്ഷെ അങ്ങ് സിറ്റിക്കകത്ത് തന്നെയുള്ള ആളല്ലേ, സംശയമുണ്ടോ? ഉണ്ടായിരുന്നു. ഇന്ന് എന്നെ എന്നെ പേടിച്ചാൽ നിങ്ങളെ എന്നും കൊള്ളക്കാർ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. കൊള്ളക്കാരെ പിടിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് തന്നാൽ മതി. സംശയമുണ്ടോ? പറയൂ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവൂ. അതെ ഭായ്, നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം എടുത്തു വെച്ച് തയ്യാറായിരുന്നോളൂ. കൊള്ളക്കാരൻ വരുന്നേ, കൊള്ളക്കാരൻ വരുന്നേ. എല്ലാവരും പൊസിഷനിൽ നിൽക്ക്. പകുതി പേർ അങ്ങോട്ട് പോകൂ, പകുതി പേർ അങ്ങോട്ട് പോകൂ. എവിടെ ഗ്രാമവാസികളൊക്കെ എവിടെ? എനിക്ക് തരാനുള്ള കാശ് എവിടെ? യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വല്ലാത്ത വിശപ്പുണ്ടാവും. ഇന്നാ ഈ പഴങ്ങളൊക്കെ കഴിച്ചോളൂ. ഇതോടെ നിങ്ങളുടെ കളികളെല്ലാം അവസാനിച്ചു. ഇനി നിങ്ങളുടെ കളി ജയിലിനകത്താണ്. എന്താ എന്താ നിങ്ങൾ പറഞ്ഞത്? എന്നെ ജയിലിലാക്കുന്നു? ശംഭു, എല്ലാരെയും പിടിച്ചു കേട്ട്. വേഗം തന്നെ. ഞാൻ ശരിക്കും കുടുങ്ങി. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിക്കവിടെ. നിക്കവിടെ. ഇനി നീ എങ്ങോട്ട് രക്ഷപ്പെട്ട് ഓടും? ഞങ്ങളെ ഒന്ന് പിടിച്ച് കാണിക്കേ. കൊച്ചളിയ, നല്ല രസമുണ്ടല്ലേ?
ഇവനെ സുൽത്താന്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. സലാം ചെയ്യ്. എന്നെ എല്ലാവരും ബഹുമാനിക്കണം. അങ്ങുന്നേ, ഇവന്മാര് കള്ളന്മാരാ. പട്ടണം മുഴുവൻ പറന്നു നടക്കുകയായിരുന്നു. നിന്നെ പോലുള്ള ആൾക്കാർ കാരണം ഞങ്ങൾക്ക് ഒരുപാട് തലവേദനയാണ്. എന്നെ എല്ലാവരും ബഹുമാനിക്കണം. ഇവരെ എന്താണ് ചെയ്യേണ്ടത്? ഇവരെ ഉടൻ ബന്ദികളാക്കി കോട്ടയുടെ വാതിൽ കെട്ടിയിടേണ്ടതാണ്. മോഷ്ടാക്കൾക്ക് ഞാൻ കൊടുത്ത ശിക്ഷ കണ്ട് എന്നെ എല്ലാവരും ബഹുമാനിക്കും. എന്നെ എല്ലാവരും ബഹുമാനിക്കണം. ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല സർ. അതെനിക്കും അറിയാം. എന്നാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ മോഷ്ടാക്കളാണ്. നിങ്ങൾ ദുഷ്ടനാണെന്ന് ഞങ്ങൾ പറയും. പറയാൻ കഴിയില്ല. കാരണം നിങ്ങളെയെല്ലാം ഞാൻ ബന്ദികളാക്കി നിങ്ങളുടെ വായ മൂടിക്കെട്ടുവാൻ പറയും. കൊച്ചളിയ രക്ഷിക്ക്. കാർപ്പറ്റിന് മുകളിൽ നിർത്തി സലാം ചെയ്താലേ അത് ബഹുമാനമാകുള്ളൂ. അങ്ങൊന്ന് വന്നാലും കാർപ്പറ്റ് പറക്ക്. രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്. സുൽത്താൻ! ആരെങ്കിലും ഞങ്ങളെ ആക്രമിക്കാൻ നോക്കിയാൽ ഞങ്ങൾ സുൽത്താനെ താഴെയിടും. സുൽത്താനെ! എന്നെ വെറുതെ വിടൂ. വിടാനാ പറഞ്ഞത്. എന്നെ വെറുതെ വിടൂ. എന്നെ വിടുന്നതാണ് നല്ലത്. ഞാൻ പറയുന്നത് അനുസരിക്ക്. മര്യാദയ്ക്ക് വിട്. താൻ ആഗ്രഹിച്ചതല്ലേ, അതാ വിട്ടത്. എന്നെ എല്ലാവരും ബഹുമാനിക്കണം. അല്ല, എന്തിനാ ഈ വേഷമിട്ടത്? അതിനൊരു കാരണമുണ്ട്. നമ്മൾ നീനയുടെ പൂച്ചയെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ന്യൂസ് പേപ്പറുകളിലൊക്കെ നമ്മുടെ ഫോട്ടോ വരും. അപ്പോൾ നമ്മൾ പ്രശസ്തരായി എല്ലാ കേസും നമുക്ക് തന്നെ കിട്ടും. പിന്നീട് നമ്മൾ നമ്മുടെ ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങും. അപ്പോൾ ആയിരങ്ങളല്ല ലക്ഷങ്ങൾ സമ്പാദിക്കാം. അതിനൊക്കെ ആദ്യം നമ്മുടെ പൂച്ചയെ കണ്ടുപിടിക്കണം. ഹണി, നോക്ക്, അതായിരിക്കുന്നു പേർഷ്യൻ കാറ്റ്. ഇതല്ല കൊച്ചളിയ, ഇത് വളരെ വലുതാണ്. അവരുടെ പൂച്ച വളരെ ചെറുതാണ്. പത്രത്തിൽ കണ്ടില്ലേ? എടാ കഴുതേ, ന്യൂസ് പേപ്പറിൽ വന്നത് അതിന്റെ ചെറിയ ഫോട്ടോ ആണ്. വേഗം പിടിക്ക്, വിടരുത്. പേടിക്കണ്ട, ഞങ്ങൾ നിന്നെ സഹായിക്കാനാണ് വന്നത്. ഞാൻ നിങ്ങളോട് സഹായം ചോദിച്ചില്ലല്ലോ. മ്യാവ്, മ്യാവ്. ഞങ്ങൾ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. നിന്നെ പോലുള്ള പൂച്ചകളെ നേരിടാൻ വേണ്ടി ഞാൻ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്. മ്യാവ്, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ കേക്കില്ല. നമ്മളിതിനെ പിടിച്ച് നീനാകുമാരുടെ കയ്യിൽ എത്തിക്കണം. കൊച്ചളിയ എന്നെ പിടിക്ക്. ഞാൻ താഴേക്ക് വീഴാൻ പോവാ. എന്നെ രക്ഷിക്ക്. കൊച്ചളിയ വീഴാൻ പോവാ. എടാ കണ്ടില്ലേ നീയ്? ഉറങ്ങാണ് കൊച്ചളിയ, ഉറങ്ങാണ്. വേഗം വാ, ഇതിനെ ഇതിന്റെ ഓണറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. 50,000 ഇനി നമുക്ക്. ആ. ഇവളെ കണ്ടുപിടിക്കാൻ വേണ്ട ഞാൻ അന്വേഷിച്ച് നടന്നത്. ഇത് നിങ്ങളുടെ പേർഷ്യൻ കാറ്റാണോ? നീനാകുമാരുടേതല്ലേ? അല്ല അല്ല മോനെ, എന്തായാലും നിങ്ങൾ ഈ ചെയ്തത് വലിയ ഉപകാരമായി. താങ്ക് യു. ഇവളെ കണ്ടുപിടിച്ച് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഡിറ്റക്റ്റീവാണ്. ഞങ്ങളാണ് കണ്ടുപിടിച്ചത്. എന്താ ഞങ്ങൾക്കൊന്നും തരില്ലേ? തരാം മോനെ, തീർച്ചയായും തരാം. ആശീർവാദം, അനുഗ്രഹം എല്ലാം എല്ലാം തരാം മോനെ. ജാസൂസ് ഷഹർജൻ, നിങ്ങൾ എന്ത് ഡിറ്റക്റ്റീവ്സാ? നീനയുടെ പൂച്ചയ്ക്ക് പകരം ഇതിനെയാണോ കണ്ടുപിടിച്ചത്? ഇതിനെ കണ്ടുപിടിച്ച പോലെ ഞങ്ങൾ അതിനെയും കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കാൻ ഞാനുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞാൻ അതിനെ കണ്ടുപിടിച്ച് മാഡത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച് 50,000 രൂപ വാങ്ങിക്കും.
അതെയോ? എന്റെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞു. അതിപ്പോ ചന്തയിലുണ്ട്. നിങ്ങൾ ഈ കാര്യം അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞു. എടാ നിങ്ങളോ? നിങ്ങൾക്ക് എങ്ങനെയാ ഇത്ര പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയത്? ഞങ്ങളും ഡിറ്റക്റ്റീവ് ആണ്. എന്നാൽ പൂച്ച എനിക്ക് കിട്ടും. പേർഷ്യൻ കാറ്റ്. ഇത് നീന മാഡത്തിന്റെ കാറ്റാണ്. ഞാൻ ആദ്യം കണ്ടത്. ഞാൻ തന്നെ നിന്നെ പിടിക്കും. ഇങ്ങ് വന്ന എന്റെ ചക്കരെ. പോലെ പോലെ പൂജ പോലെ പോലെ. അതാ ഓടുന്നു, പിടിക്കാൻ. ഓടരുത്. നിക്ക്, നിക്ക്. ഞങ്ങൾ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്. ഓടരുത്. ഈ ബാഡ്മെങ്കിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. ആ 50,000 എനിക്കുള്ളതാണ്. നമ്മുടെ 50,000 പോയി. ഇല്ല, പോപ്പട്ട്, അറ്റാക്ക്. ഇപ്പൊ കണ്ടോ? വീട്ടിൽ പോയി വേഗം വാ. എന്റെ അടുത്തൊന്നും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ലല്ലോ. ഈ കാറ്റ് എനിക്കുള്ളതാണ്. ഇത് കൊച്ചു പിള്ളേരുടെ കളിയല്ല. ഇനി ആ കാശ് എനിക്കുള്ളതാണ്. ഈഷ്, ക്യാറ്റിനെ എനിക്ക് തരൂ. പോലീസുകാരന്റെ ജോലി പോലീസുകാരൻ തന്നെ ചെയ്യും. ഞാൻ തരില്ല. ബൈ ബൈ ഇൻസ്പെക്ടർ പാണ്ട. ആ കാശ് എനിക്കുള്ളതാണ്. ഓ കറുത്ത എല്ലാവരുടെയും സുഹൃത്താ. ഈഷ്, എന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്താ? എന്റെ അടുത്തൊന്നും രക്ഷപ്പെട്ടു പോകാൻ ഞാൻ പിടിച്ചു. എന്നെ ആരെങ്കിലും പിടിക്കേ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കാം. ഈഷ്, ഇത് കാർ മോഷ്ടിക്കുന്നവരുടെ ഗോഡൌണാണ്. പിടിക്കവരെ. അയ്യോ പോലീസ്, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക? മര്യാദയ്ക്ക് സറണ്ടർ ആവുന്ന നല്ലത്. അല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ വിടില്ല. എന്ത് ചെയ്യും നമുക്കൊന്ന് നോക്കാം. ഈ പൊല്ലാപ്പുരൊന്നും ഞാനില്ല. എനിക്ക് നിങ്ങളെ കാശൊന്നും വേണ്ട. ആ, ആ, ഹൈ, ആ, ആ, ആ. ഹൈ. നീ എന്താടായി കാണിച്ചത്? അറിയാതെ സംഭവിച്ചു. നിനക്ക് രക്ഷയില്ലടാ. ഇനി നീ എങ്ങോട്ട് പോകും? ആ? ഐഡിയ. കറുത്ത എല്ലാവരുടെയും സുഹൃത്താ. വേഗം വാ. പൊയ്ക്കോ. ഓടിക്കോ. രക്ഷപ്പെട്ടോ. ഓ ഓ. എന്താ ഭായ്, അങ്ങനെ പോവാൻ പറ്റുമോ നിങ്ങൾക്ക്? ശിക്ഷയൊക്കെ വാങ്ങണ്ടേ? എന്നെ വിട്ടേക്ക്. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. എനിക്ക് രക്ഷി. അയ്യോ.